നെതന്യാഹുവിന് ഭ്രാന്താണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ലോകം പ്രതീക്ഷിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അനാവശ്യമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് ലോകത്തെ എടുത്തെറിഞ്ഞത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണ്. അതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്തു, അമേരിക്ക ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. പലതരത്തിലും പല കോണിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചതിക്കപ്പെടുകയാണ്, നിങ്ങളെ കുഴിമാടത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഏറ്റവും അടുത്ത സുഹൃത്താണ്, വലിയ നയതന്ത്ര ബന്ധമാണ്, ഒരേ രാജ്യമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ചതിയന്മാരാണ്, ചതിയിൽ നിങ്ങൾ പെട്ടുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയം ഭ്രാന്താണ് എന്നതടക്കമുള്ള ഏറ്റവും മോശപ്പെട്ട അസഭ്യവും പുലഭ്യവും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപിനെ എത്തിക്കാനുള്ള കാരണം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ലെബനാനിൽ ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നു, വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു. അതോടുകൂടി ഇറാൻ എന്ത് ചെയ്യുന്നു? അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ച ഉപാധികളില്ലാതെ ഒഴിവാക്കുന്നു. ഒരു തരത്തിലും മറ്റൊരു രാജ്യം ഇടപെട്ടാലും തങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്കില്ല, യുദ്ധത്തിനാണ് തങ്ങൾക്ക് താല്പര്യം എന്ന് തുറന്നു പറയുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഠിന ശ്രമം അമേരിക്ക നടത്തുന്ന സമയത്താണ് ലെബനാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തുന്നത്. കരാർ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായ രീതിയിൽ ലെബനാനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും, ലെബനാനിൽ ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല, ആക്രമിച്ചാൽ ഇത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തെ സാരമായിട്ട് ബാധിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ആ മുന്നറിയിപ്പ്